പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ യേശുവേ, അവിടുത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഈ തിരുവചന സന്ദേശത്തിന് കാതോർത്ത് നിൽക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും അമ്മേ, നിൻ്റെ സംരക്ഷണയിൽ കാത്തുകൊള്ളണമേ. ഓരോരുത്തരെയും പ്രത്യേകമായ വിധത്തിൽ പരിപാലിച്ച് സംരക്ഷിച്ച് കൃപയിൽ വളർത്തുവാൻ അവിടുന്ന് തീരുമാനസാകണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരോടുമായിട്ട് സംസാരിക്കുന്നത് കൃപ ചോർന്നു പോകുന്ന വഴികൾ. മക്കളെ, കൃപയുടെ നിറവാണ് തിരുസഭ. എല്ലാവിധ നന്മകളുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും അക്ഷയപാത്രമാണ് തിരുസഭ. ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൻ്റെയും പൗരോഹിത്യത്തിലൂടെയും ഗെത്സെമനി തോട്ടത്തിലെ രക്തം വിയർത്ത പ്രാർത്ഥനയിലൂടെയും അന്നാസിൻ്റെയും കയ്യപ്പാസിൻ്റെയും മുമ്പിൽ നിശബ്ദമായ സഹനത്തോടെ നേടിയെടുത്ത കുരിശ് യാത്രയിലെ തീവ്രമായ വേദനയിലൂടെ നേടിയെടുത്ത മരണത്തിൻ്റെയും ഉത്ഥാനത്തിലൂടെയും നേടിയെടുത്ത കൃപയുടെ ആത്മീയ രഹസ്യങ്ങൾ, സ്വർഗീയ രഹസ്യങ്ങൾ ഈശോ നമ്മെ പഠിപ്പിച്ചു തന്നു. ഈശോയുടെ കൃപയിൽ വളർന്ന വിശുദ്ധരായിരിക്കുന്ന മഹാത്മാക്കൾ, രക്തസാക്ഷികൾ, അനുകരിക്കാനായിട്ടും മാതൃകയായിട്ടും ധാരാളം അച്ഛന്മാരെയും ധാരാളം സമർപ്പിതരെയും ധാരാളം മാതാപിതാക്കന്മാരെയും ഈശോ നമുക്ക് സമ്മാനിച്ചു. എന്നിട്ടും എന്തേ ദൈവകൃപയിൽ നമുക്ക് വളരാൻ സാധിക്കാത്തത്? നീ ലോകത്തിൻ്റെ പ്രകാശമാണ്, നീ ലോകത്തിൻ്റെ ഉപ്പാണ്. ഉപ്പിൻ്റെ ഉറ കെട്ടുപോയാൽ പിന്നെ എന്താ കാര്യം? ഉറക്കെട്ടുപോയ ഉപ്പ് ദൗത്യം മറന്ന ക്രൈസ്തവരാണ്, സമർപ്പിതരാണ്, ശുശ്രൂഷകരാണ്, പ്രേക്ഷിതരാണ്. അതിനെ എറിഞ്ഞുകളയാനും ചവിട്ടിയരയ്ക്കാനും മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ചവിട്ടിയരയ്ക്കേണ്ട, എറിഞ്ഞുകളയേണ്ട അവസ്ഥയിലേക്ക് അധപ്പതിക്കുന്നത് കൃപകൾ ചോർന്നു പോകുന്നത് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കാലത്ത് ആത്മാവിൽ ജ്വലിച്ചു നിന്നവർ, വിവേകവും വിവേചനത്തിലൂടെയും അനേകം മക്കളെ വളർത്തിയവർ, പിശാചിൻ്റെ കെണിയിൽ പെട്ടുപോയ അവസ്ഥകൾ ചിലതെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ലേ? വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യത്തിലൂടെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഉണരുക, ആസന്ന മരണമായി അവിശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവർത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെടുന്നതായി ഞാൻ കാണുന്നില്ല. ഉണരാനായിട്ട് ഇപ്പോൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാരെ, യുവജനങ്ങളെ, സമർപ്പിതരെ, കുടുംബാംഗങ്ങളെ ഉണരുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ വിളിക്കുകയാണ്.
നമ്മുടെ ജോലികളിൽ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ, നമ്മുടെ ദൗത്യങ്ങളിൽ എന്തൊക്കെയോ കുറവ്, എന്തൊക്കെയോ പിശക് വന്നതായി ദൈവം കണ്ടുപിടിച്ചിരിക്കുന്നു. യേശുവിൽ ചാരി നിൽക്കേണ്ടവർ, യേശുവിൻ്റെ കൂടെ ചരിക്കേണ്ടവർ, യേശുവിൽ വസിക്കേണ്ടവർ, യേശുവിൽ ചിന്തകളെയും ഭാവനകളെയും പ്രവൃത്തികളെയും വിട്ടുകൊടുക്കേണ്ടവർ, യേശുവിനായി ദാഹിക്കേണ്ടവർ എവിടെയൊക്കെയോ കുറവുകൾ വന്നതായി കർത്താവ് കണ്ടുപിടിച്ചിരിക്കുന്നു. മക്കളെ, ദൈവം സ്ഥാപിച്ച കുടുംബം, ദൈവം സ്ഥാപിച്ച ദൈവാലയങ്ങൾ, ദൈവം സ്ഥാപിച്ച ആശ്രമങ്ങൾ, ദൈവം സ്ഥാപിച്ച മഠങ്ങൾ, ദൈവം ആരംഭിച്ച ശുശ്രൂഷകൾ, ദൈവം ആരംഭിച്ച പ്രസ്ഥാനങ്ങൾ ദൈവം ആഗ്രഹിച്ചതുപോലെ, ഉദ്ദേശിച്ചതുപോലെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ കൃപകൾ ചോർന്നു പോകും. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഉണരുക, ആസന്ന മരണമായി അവിശേഷിക്കുന്ന വിശ്വാസത്തിന്റെ തരി, സ്നേഹത്തിന്റെ തരി, ജീവകാരുണ്യത്തിന്റെ തരി ഊതി കത്തിക്കുവാനായിട്ട് ജനതതികളോട് ദൈവം ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമായ അപേക്ഷയാണത്. കൃപകൾ ചോർന്നു പോകുന്നു, ദൈവീകമായ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ല, ഫലശൂന്യരായി ദൈവജനം മാറുന്നതായി ദൈവമായ കർത്താവ് കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈശോയുടെ സുവിശേഷ അരൂപിക്ക് നിരക്കാത്തത് വേണ്ടെന്ന് വയ്ക്കുവാൻ നിനക്ക് സാധിക്കുമോ? സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സുവിശേഷ അരൂപിക്ക് ചേരാത്തതായ കാര്യങ്ങൾ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ നിന്ന്, എൻ്റെ സമൂഹ ജീവിതത്തിൽ നിന്ന് വേണ്ടെന്ന് വയ്ക്കാനാകുമോ? ആകട്ടെ എന്ന് ഞാൻ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നൊന്ന് ശ്രദ്ധിച്ചേൻ, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും, അതുകൊണ്ട് നീ തീക്ഷണയുള്ളവനാകുക, അനുതപിക്കുക. ഇതാണ് ദൈവമായ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ തീക്ഷ്ണത, നമ്മുടെ അഭിഷേകം, നമ്മുടെ ചൈതന്യം എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നീ തീക്ഷ്ണതയുള്ളവനായി തീരുക, അനുതപിച്ച് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. ഒരിക്കൽ വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞു, ഞാൻ മഠങ്ങളും ദൈവാലയങ്ങളും നശിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. അതിന് കാരണമായിട്ട് പറയുന്നത്, സ്നേഹമില്ലാത്ത ആത്മാക്കൾ, സമർപ്പണമില്ലാത്ത ആത്മാക്കൾ, സ്വാർത്ഥമോഹികളായിരിക്കുന്ന ആത്മാക്കൾ, അഹംഭാവവും അഹങ്കാരവും നിറഞ്ഞ ആത്മാക്കൾ, വഞ്ചനയും കാപട്യം നിറഞ്ഞ ആത്മാക്കൾ മൂലമാണ് ഈശോ ഇത് പറഞ്ഞത് എന്ന് വിശുദ്ധയായിരിക്കുന്ന ഫൗസ്റ്റീന പുണ്യവതി വെളിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഞാൻ പകർന്നു കൊടുക്കുന്ന കൃപകളെല്ലാം, ഞാൻ പകർന്നു കൊടുക്കുന്ന കൃപകളെല്ലാം ഒരു പാറയിൽ തട്ടിത്തെറിച്ച് പോകുന്നത് പോലെ അവരിൽ പതിച്ച ഓരോ കൃപകളും പ്രയോജനപ്പെടാതെ നഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നു. ഹൃദയവ്യഥയോടെ കർത്താവ് പറഞ്ഞതാണ്. മകളെ, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. വെറുപ്പിൻ്റെയും വാശിയുടെയും കോപത്തിൻ്റെയും വഴികൾ അറിയാതെ നമ്മിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ കൃപകൾ നഷ്ടപ്പെട്ടു പോകാറുണ്ടോ?
അലസതയും അശ്രദ്ധയും അഹങ്കാരവും മൂലമായി ആത്മീയ നന്മകളെ ചോർത്തിക്കളയുവാനായിട്ട് ഇടവന്നിട്ടുണ്ടോ? മക്കളെ, പ്രിയമറിഞ്ഞ മക്കളെ, പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവകൃപകൾ ചോർന്നു പോകുന്ന സാഹചര്യങ്ങളെ അക്കമിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, റോമക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 28 മുതലുള്ള തിരുവാക്യങ്ങൾ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതിയത് നിമിത്തം അധമ വികാരങ്ങൾക്കും അനുചിതമായ പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അവർ എല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നതിൽ തൽപരരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായി തീരുന്നു. വലിയൊരു വെളിപ്പെടുത്തലാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അവിശ്വസ്തത, ഹൃദയശൂന്യത, കരുണയില്ലായ്മ. വിശ്വസ്തതയിലേക്ക് കടന്നു വരുവാൻ, മാംസളമായ ഹൃദയമുള്ളവരായി തീരുവാൻ, അനുകമ്പയുള്ളവരായി തീരുവാൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമായി തീരുവാൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. കൃപ ചോർന്നു പോകുന്ന ഈ സന്ദർഭങ്ങൾ, ഈ സാഹചര്യങ്ങൾ എഴുതി വെച്ച് നമ്മെ തന്നെ പരിശോധിക്കാനും ആത്മപരിശോധന നടത്താനും നമ്മൾ തയ്യാറാകണം. ഇന്നിതാ ദൈവം വെളിപ്പെടുത്തി തന്ന ഈ കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ കൃപ ചോർന്നു പോയ നിമിഷങ്ങൾ നമുക്കറിയാം. അവയെ വീണ്ടും കണ്ടെത്താനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, വളരെ ദാഹത്തോടെ ഒരു കിണർ കുഴിച്ചു, വെള്ളം കണ്ടു. വെള്ളം കോരി എടുക്കാതിരുന്നാൽ അതിൻ്റെ ഉറവകൾ കെട്ടുപോകും. പതുക്കെ പതുക്കെ അതൊരു പൊട്ടക്കിണറായി മാറും. ദൈവം തന്നിരിക്കുന്ന സാധ്യതകൾ, ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ നാം ഉപയോഗിച്ച് നമ്മുടെ ഭവനത്തിലും നമ്മുടെ സമൂഹത്തിലും ശുശ്രൂഷകളിൽ കൃപകൾ നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹങ്ങളും ഉറക്കെട്ട കിണറുകളായിട്ട് മാറും. നമുക്കറിയാമല്ലോ, വെള്ളം കോരിയെടുക്കുമ്പോൾ തോറും ആ കിണറ്റിൽ വെള്ളം വന്ന് നിറയുന്നത്, ഊറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആത്മീയമായ നന്മകൾ, ആത്മീയമായ കൃപകൾ ഉപയോഗിക്കുന്തോറും അത് വർദ്ധിച്ചു വരുന്നത്. എത്രയോ ആത്മീയ ശ്രേഷ്ഠന്മാർ ആത്മീയ ശുശ്രൂഷകളിൽ വളർന്നു വരുന്നത് നമ്മൾ കാണുന്നില്ലേ? വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി തരുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 16-ാം വാക്യം നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുകയാണ്, ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വെയിലോ ചൂടോ അവിടെ മേൽ നിവദിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസനത്തിൻ്റെ മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാടാണ് ഇനി അവരെ മേയ്ക്കുക. ജീവജലത്തിൻ്റെ ഉറവിയിലേക്ക് ആ കുഞ്ഞാട് അവരെ നയിക്കും. അവരുടെ കണ്ണിലെ കണ്ണുനീര്
എന്നേക്കുമായി അവിടുന്ന് തുടച്ചു മാറ്റും. എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിൻ്റെ സംരക്ഷണയിൽ വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ കൃപയുടെ എല്ലാ ധ്വംസനങ്ങളിൽ നിന്ന് നമ്മെ കാത്തുപരിപാലിക്കും. പ്രിയപ്പെട്ട മക്കളെ, കൃപ ചോരാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയാണ്. ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായത് മാത്രം നീ ഉപയോഗിക്കുക. മനസ്സിനെ നിർമ്മലമാക്കുന്നത് മാത്രം നീ സ്വീകരിക്കുക. ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിലും പ്രസ്ഥാനങ്ങളിലും മാത്രം നീ ഏർപ്പെടുക. വിട്ടുപേക്ഷിച്ച പാപത്തിൻ്റെ മേഖലകളിലേക്ക്, തിന്മയുടെ മേഖലകളിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാതിരിക്കുക. ആത്മാവിൻ്റെ ശക്തിയാൽ ശരീരത്തെ നിയന്ത്രിക്കാനായിട്ട് ആരംഭിക്കുക. അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ കൃപകളെല്ലാം വീണ്ടും വന്ന് നമ്മിൽ വന്ന് നിറയുന്നു നമുക്ക് തോന്നും. മകളെ, യേശു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. പിന്നീട് ഒരിക്കലും ആ കല്ലറയിലേക്ക് പോയിട്ടില്ല. എന്നാൽ നമ്മളോ? നമ്മുടെ സ്വഭാവം ഒന്ന് പരിശോധിച്ച് നോക്കിയേ. ഉപേക്ഷിച്ചു പോയ ആ കല്ലറയിലേക്ക്, അഹങ്കാരത്തിൻ്റെ കല്ലറയിലേക്ക്, പുകവലിയുടെ കല്ലറയിലേക്ക്, നിരാശയുടെ കല്ലറകളിലേക്ക്, അലസതയുടെയും അശ്രദ്ധയുടെയും കല്ലറയിലേക്ക്, കുറ്റബോധത്തിൻ്റെയും തിന്മയുടെയും കല്ലറയിലേക്ക് നമ്മൾ പോകാറില്ലേ? ഹൃദയത്തിൻ്റെ അന്ധകാരത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും നമ്മൾ പോകാറില്ലേ? മദ്യപാനത്തിലേക്കും ആസക്തികളിലേക്കും നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാറില്ലേ? ഭാര്യയോട് ഒന്ന് ക്ഷമിക്കാൻ, ഭർത്താവിനോട് ഒന്ന് ക്ഷമിക്കാൻ സാധിക്കാത്ത വണ്ണത്തിൽ കല്ലറയിൽ അകപ്പെടാറില്ലേ? ഇന്ന് ഈശോ നമ്മോട് പറയുകയാണ്, ഞാൻ ലോകത്തെ കീഴടക്കിയതുപോലെ നിങ്ങളും ലോകത്തെ കീഴടക്കണം. കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും തിന്മയുടെ, പാപത്തിൻ്റെ, ദുഷ്കൃത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക കെണിയിൽ നിന്ന് നമ്മൾ രക്ഷപ്രാപിക്കണം. കൃപ നമ്മിൽ ചോരുവാനായിട്ടുള്ള കാരണം ഒറ്റ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഉയർത്തെഴുന്നേറ്റിട്ട് തിന്മയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ദുഷ്കൃത്യത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റ ആ കല്ലറയിലേക്ക് പോകുന്നതാണ്. ഇന്ന് നമ്മൾ തിരിച്ചറിയണം, ഞാൻ ഉപേക്ഷിച്ച തിന്മകളിലേക്ക് ഇന്ന് ഞാൻ കടന്നു പോകുന്നുണ്ടോ? ഇന്ന് എനിക്ക് തീക്ഷ്ണതയുണ്ടോ? ഇന്ന് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ ദൈവം നമ്മെ ആവശ്യപ്പെടുമ്പോൾ അതിലേക്ക് കടന്നു പോകുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? എൻ്റെ മകളെ, അനുതാപത്തിലൂടെ, അനുരഞ്ജന ശുശ്രൂഷയിലൂടെ മാത്രമേ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കൃപകൾ വീണ്ടും ഊറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വിശുദ്ധ കുർബാനയിലൂടെയും കുർബാന സ്വീകരണത്തിലൂടെ മാത്രമേ നമ്മുടെ ചോർന്നുപോയ ദൈവകൃപകൾ വീണ്ടും ആർജിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ ദൈവ മക്കളെയും കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് പറ്റിപ്പോയ പറ്റിനെ കുറിച്ച് കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഓരോ വ്യക്തികളും വചനത്തിൻ്റെ ഉൾക്കാമ്പിലേക്ക് വീണ്ടും തിരിച്ചു നടക്കട്ടെ. ഓരോ വ്യക്തികളും യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് തിരിച്ചു വരട്ടെ.
ഓരോ സമൂഹവും അൾത്താരയിലേക്ക് കടന്നു വരട്ടെ. ഓരോ വ്യക്തിയും കുടുംബവും സമൂഹവും ദിവ്യകാരുണ്യനാഥന്റെ സവിധത്തിലേക്ക് കടന്നു വരട്ടെ. അവിടെയാണ് കൃപകൾ വീണ്ടും നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയട്ടെ. നഷ്ടപ്പെട്ടു പോയ കൃപകൾ വീണ്ടും ആർജിച്ചെടുത്തുകൊണ്ട് വലിയ ശക്തിയോട് കൂടിയിട്ട് ദൈവസഹായത്തോടെ പരിശുദ്ധാത്മ കൃപയോടെ പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾ സർവശക്തനായ ദൈവം നമുക്ക് തരട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് കരങ്ങൾ കൂപ്പാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പിക്കൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ, എൻ്റെ സമർപ്പണ ജീവിതത്തിൻ്റെ വഴിയാത്രകളിൽ സഹയാത്രികനായി കടന്നു വന്നിട്ട് അങ്ങയെ തിരിച്ചറിയാൻ സാധിക്കാതെ കർമ്മകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ എല്ലാ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിൻ്റെ സഹായവും നിൻ്റെ അനുഗ്രഹവും ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് സമൃദ്ധമായി തന്നുകൊണ്ട് കൃപയുടെ ഒരു നീർച്ചാലായി മാറുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.